+1 എക്സാം മാത്സിന് പണി കിട്ടിയ പോലെ ഓണം എക്സാമിന് പണി കിട്ടുമോ? ഓണം എക്സാമിന് മാത്സ് എങ്ങനെ പഠിക്കണം? സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോർഡ് എക്സാം പോലെയാണോ ഓണം എക്സാം? ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ സിക്കന്ദർ ആൻഡ് ഇറ്റ്സ് മീ അസ്ലം. സോ മക്കളെ, നമ്മൾ വന്നിരിക്കുന്ന +2 മാത്തമാറ്റിക്സ് ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് 5 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് ഇവർക്കുണ്ടാവുക. ഏതൊക്കെയാണ് 5 ചാപ്റ്റേഴ്സ്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്, മാട്രിസസ്, ഡിറ്റർമിനന്റ്സ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പോൾ ഓരോ ചാപ്റ്ററിനെ 1 by 1 ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായി നമുക്ക് എന്താക്കാം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ആദ്യം മനസ്സിലാക്കേണ്ടത് വെയിറ്റേജ് ആണ് ഇതിന്റെ. അതായത് നമ്മുടെ ബോർഡ് എക്സാമിന് ഒരു വെയിറ്റേജ് നമുക്ക് പറയുകയാണെങ്കിൽ 7 മാർക്സ് ഉള്ളൂ. പക്ഷേ ഓണം എക്സാമിന് 80 മാർക്ക് ഉണ്ട്, 5 ചാപ്റ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വെയിറ്റേജ് 12 മാർക്കാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ് കേട്ടോ, ലാസ്റ്റ് ഇയർ വരെ 12 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്നും എക്സാം വരുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്ന് ഏത് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്? ഏതായിരിക്കും വരാം? നോക്ക്, ഇത് ആക്ച്വലി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് റിലേഷൻ, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, ഈ 2 ഭാഗങ്ങളെ ഉള്ളൂ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ മെയിൻ ആയിട്ട് ബോർഡ് എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. NCERT ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിലും ടൈപ്സ് ഓഫ് റിലേഷൻ, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഇത് തന്നെ ഉണ്ടാവുള്ളൂ. ബട്ട് ഈ ഓണം എക്സാം ഈ നോക്ക് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ആകെ 2 ടോപ്പിക് വെച്ച് നിൽക്കാൻ പറ്റുമോ? 2 ടോപ്പിക് വെച്ച് നിൽക്കാൻ വേണ്ടി അവിടെയാണ് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത വേറെ 2 ടോപ്പിക്സ് ഉണ്ട്. കോമ്പോസിറ്റ് ഫംഗ്ഷൻസും ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന 2 ടോപ്പിക്. സോ അതിൽ നിന്ന് നമുക്ക് എന്താക്കണം, ഈ ഓണം എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് റിലേഷൻ, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ 100% ഉറപ്പിച്ചോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ അതേപോലെയാണ് നിങ്ങൾ പഠിക്കേണ്ട കോമ്പോസിറ്റ് ഫംഗ്ഷൻ, അതേപോലെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നിങ്ങൾ പ്രീവിയസ് ഇയർ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുന്നിൽ വെച്ചിട്ട് അത് അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ടൈപ്സ് ഓഫ് റിലേഷൻ, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഫംഗ്ഷൻസിനുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾ കാണുള്ളൂ. ബട്ട് ഇതിൽ അതല്ലാതെ 2 സാധനം കൂടി തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ കോമ്പോസിറ്റ് ഫംഗ്ഷനും ഇൻവേർട്ടിബിൾ ഫംഗ്ഷനും ഈ 2 ടോപ്പിക്കും ഉണ്ട്. ഓക്കെ, കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. ബട്ട് ഇത് നിങ്ങൾ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റില്ല. അതെ, അതിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഇൻവേർട്ടിബിൾ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. സോ ഇവർ ചോദിക്കുന്ന കാര്യമാണ്, ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നു ചോദിക്കുന്നുണ്ട്. എടാ, അതിന് നമ്മുടെ ലൈവുകൾ ഉണ്ട്. സോ ലൈവിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് കൃത്യമായി നമ്മൾ പറഞ്ഞുതരും. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ചാപ്റ്റർ നോക്കിയാൽ 12 മാർക്സ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്റർ ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ഇത് ആക്ച്വലി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ 3 മാർക്ക് വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണ് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ നമ്മുടെ ഓണം എക്സാമിലേക്ക് വരുമ്പോൾ 11 മാർക്സ്, ശ്രദ്ധിക്കണേ, 11 മാർക്സ് ആണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത്. അപ്പൊ ചില്ലറക്കാരനല്ല. റിലേഷൻ ഫംഗ്ഷൻ 12 മാർക്കും ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ 11 മാർക്കും വരുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ബോർഡ് എക്സാം ചോദിക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ, സോ പ്രിൻസിപ്പൽ വാല്യൂ തന്നെ സ്ഥിരമായിട്ട് ബോർഡ്, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബോർഡ് എക്സാം വെച്ചിട്ടാണ് ബോർഡ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നിങ്ങൾ ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ആകെ പണിപ്പാളും തന്നെ പറയല്ലേ, പണിപ്പാളു അത്രേ ഉള്ളൂ. സോ പ്രിൻസിപ്പൽ വാല്യൂ നിങ്ങൾ ഉറപ്പിച്ചോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ അതിന് പുറമെ നമുക്ക് 11 മാർക്സ് എത്തിക്കണ്ടേ? അതിനു വേണ്ടി നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്ന ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സോ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ ചിലപ്പോൾ അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി പ്രൂവ് ദാറ്റ് എന്താണ്? സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻ തന്നിട്ട് അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ അതിന്റെ സിംപ്ലസ്റ്റ് ഫോം ഇതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയും. സോ സിംപ്ലസ്റ്റ് ഫോമിൽ ലാസ്റ്റ് ടൈം ഏതാ സാറേ ക്വസ്റ്റ്യൻ ചോദിച്ചത്? tan inverse of √1 + x² - 1 by x എന്ന് പറയുന്ന ആ ഒരാളെയാണ് സിംപ്ലസ്റ്റ് ഫോം. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ സിംപ്ലസ്റ്റ് ഫോമിലുള്ളൂ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഓണം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് tan inverse of √1 + x² - 1 by x. ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റ് ടൈം ചോദിച്ചത്. ഇപ്രാവശ്യം ഈ ചോദ്യം ചോദിക്കുമെന്നല്ല പറയുന്നത്. സാറ് പറഞ്ഞ പോലെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി NCERT ടെക്സ്റ്റ് ബുക്കിൽ ആകെ എനിക്ക് തോന്നുന്നു ഒരു 5-6 ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളൂ. സോ ആ 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മൊത്തം പഠിക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ആക്ച്വലി ഇയാൾ തന്നെയാണ്. ഇയാൾ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട്. ലൈവിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അത് മൊത്തം നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഓക്കെ, അതിനുള്ള മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ പഴയ ടെക്സ്റ്റ്
ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അതിൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഒരുപാട് പ്രോപ്പർട്ടീസ് ഡിലീറ്റഡ് ആണ്. അപ്പൊ അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ടാൻ ഇൻവേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടത് നോക്കി മാത്രം പഠിച്ചു വെക്കുക. നിങ്ങൾ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇതൊക്കെ പഠിക്കാം. ഓക്കെ, അല്ലാതെ ഈ സംഭവങ്ങളൊക്കെ ഡിലീറ്റഡ് ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ഒരുപാട് പഴയ പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള ഇനി ചോദിക്കാൻ ഒട്ടും സാധ്യത ഇല്ലാത്ത ചോദ്യങ്ങൾ കാണാം. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊന്ന് പഠിച്ചിട്ട് ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചെയ്യുമ്പോൾ അതൊന്ന് പഠിച്ചിട്ട് നിങ്ങൾ സമയം കളയണ്ട. സോ ദിസ് ഫോർമുല ദിസ് ഇസ് ഡിലീറ്റഡ്. യെസ്. സോ മക്കളെ, അപ്പൊ നമുക്ക് ഇൻവേഴ്സിൽ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. ഇൻവേഴ്സിൽ ആകെ കുറച്ചേ പഠിക്കാനുള്ളൂ. സോ പഠിക്കുന്ന കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 11 മാർക്കാണ്, ഒരിക്കലും വിട്ട് കളയരുത്. ഇനി അടുത്ത ചാപ്റ്റർ ആണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷന്റെ സിംപ്ലസ്റ്റ് ഫോം പഠിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇതേ സാധനം ഇനി വരാൻ പോകുന്ന 5ാമത്തെ ചാപ്റ്റർ ആയ ഡിഫറൻസിയേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്. സോ അത് ആദ്യം സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് വേണം പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഉപകാരപ്പെടും. നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലും നമുക്ക് ഇതേ സാധനം ഉപകാരപ്പെടും. എക്സാക്ട്ലി അത് എന്നാണ് പറയാനുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് പോകാനുള്ള ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ മെട്രിക്സ് എന്ന് പറയുന്ന മാട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഒരുപാട് സന്തോഷം തരുന്ന ഒരു ചാപ്റ്റർ ആണ് മാട്രിക്സിലെ. അതായത് റിലേഷൻ കഴിഞ്ഞു, ഇൻവേഴ്സ് കഴിഞ്ഞു, ആകെ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു പോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു ചാപ്റ്റർ ആണ് മാട്രിക്സ്. സോ അതിലെ വെയിറ്റേജ് ഒരു കാര്യം അറിയാം സിക്കു, 17 മാർക്കാണ് ഈ ചാപ്റ്റർ വെയിറ്റേജ്. 70 മാർക്സ് ഈ ചാപ്റ്ററിൽ നിന്നും നമ്മുടെ ഓണം എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. സോ അതും സന്തോഷമാണല്ലേ? സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതിന്റെ അകത്ത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഈ ഒരു ലെവലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്സിൽ സാറേ ഒന്നും അറിയില്ല, ഒരു സാധനം അറിയില്ല, നമുക്ക് ജയിച്ചാൽ മതി. ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ സാറ് പറഞ്ഞ പോലെ ട്രിഗ്നോമെട്രി നമുക്ക് നടക്കൂല. ഓക്കെ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്തൊക്കെയോ ഫംഗ്ഷൻസ് റിലേസ് ടൈപ്സ് ഓഫ് റിലേഷൻ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്നും അറിയില്ല, എളുപ്പത്തിന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ ചാപ്റ്റർ. ആക്ച്വലി 60 മാർക്കിൽ 18 മാർക്കാണ് ജയിക്കാൻ. അതിൽ 17 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഓണം എക്സാമിന്റെ പ്രത്യേകത. ഒരു കാൽക്കുലേറ്ററും ഓക്കെ കുറച്ച് കൺസെപ്റ്റുകളും ഓക്കെ ജസ്റ്റ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. ഈ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഓക്കെയാണ്. കാൽക്കുലേറ്റർ നല്ലപോലെ കൈകാര്യം ചെയ്യാനും അറിഞ്ഞിരിക്കണം. വലിയ പ്രശ്നമാണ്. അപ്പൊ അതിൽ ഈ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ടത് കൺസ്ട്രക്ഷൻ ആണ്. എങ്ങനെ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. AIJ സംതിങ് തന്നിട്ട് നമ്മളോട് പറയും കൺസ്ട്രക്ട് A 3/2 അല്ലെങ്കിൽ 2/2 മെട്രിക്സ് എന്ന് പറയും. വളരെ സിമ്പിൾ ആണ്. കൺസ്ട്രക്ട് എ മെട്രിക്സ് എന്ന് കാണുന്ന ചോദ്യങ്ങൾ ഓക്കെ ചോദിക്കുന്നതാണ് ഓണം എക്സാമിന്. വളരെ സിമ്പിൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ട ഇക്വേഷൻസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അത് വെച്ചിട്ട് മെട്രിക്സ് കൺസ്ട്രക്ഷൻ ആർക്കും അതിന്റെ മാർക്ക് പോയി പോകില്ല. മാത്സ് എത്ര അറിയാത്ത ആളാണെങ്കിലും അതിന് മാർക്ക് കിട്ടുന്ന ഒരു സാധനമാണ് കൺസ്ട്രക്ഷൻ. ഇനി രണ്ടാമതായി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 2 ഈക്വൽ മെട്രിക്സ് വരും. എന്നിട്ട് എക്സിന്റെ വൈന്റെ അല്ലെങ്കിൽ എന്റെ ബിന്റെ സിന്റെ ഡിന്റെ ഒക്കെ വാല്യൂ കണ്ടെത്താൻ ചോദിക്കും. നമുക്ക് ഈക്വൽ മെട്രിക്സ് കൺസ്ട്രക്ട് മെട്രിക്സ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കൺസ്ട്രക്ട് മെട്രിക്സ് എന്നുള്ള വേർഡ് കാണാൻ വേണ്ടി പറ്റും. ബട്ട് ഈക്വൽ മെട്രിക്സ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുക, ഈക്വൽ മെട്രിക്സ് എന്നുള്ള വേർഡ് ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് 2 മെട്രിക്സ് ഇവിടെ ഈക്വൽ ആണ് എന്ന് പറയും. ഓക്കെ, 2 മെട്രിക്സിന്റെ ഓർഡർ സെയിം ആയിരിക്കും കേട്ടോ. ഈക്വൽ ആണെങ്കിൽ ഓർഡർ സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് എക്സിന്റെയും വൈന്റെയും സെറ്റിന്റെ ഒക്കെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്ന ഒരു ചോദ്യം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ABCD = 1 2 3 4 ആണെങ്കിൽ A = 1 ഉം B = 2 ഒക്കെ ആയിരിക്കുമല്ലോ. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് ഈക്വൽ ആയിട്ട് വരിക. സോ അത് ഉപയോഗിച്ചിട്ട് XYZ ഒക്കെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറയുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഈക്വൽ മെട്രിക്സിന്റെ. ഇനി അതേപോലെ തന്നെ വേറെ ഇതേപോലെ എക്സും വൈ എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാനുള്ളതാണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ഒരു മെട്രിക്സ് എന്നിട്ട് ആ മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതാൻ പറയുക. നമ്മുടെ ബോർഡ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഓണം എക്സാമിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ 100% ഉറപ്പിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും. എക്സ്പ്രസ് ദ ഗിവൺ മെട്രിക്സ് ആസ് എ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒരു മെട്രിക്സ് ഓക്കെ, ആ മെട്രിക്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം 2 മെട്രിക്സിന്റെ സം ആയിട്ട്. അത് ഒന്ന് സിമെട്രിക്കും ഒന്ന് സ്ക്യൂ സിമെട്രിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും. എക്സ്പ്രസ് ദ ഗിവൺ മെട്രിക്സ് ആസ് എ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. വളരെ എളുപ്പമുള്ള ടോപ്പിക് ആണ്. മെട്രിക്സിന്റെ ട്രാൻസ്പോസിൽ നിന്ന് വരുന്ന ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിന്ന് വരുന്ന വളരെ എളുപ്പമുള്ള ടോപ്പിക് ആണ്. ട്രാൻസ്പോസ് പറഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ങനെയുള്ള മെട്രിക്സിനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ആയി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെയുള്ള മെട്രിക്സിനെ തിരിച്ച് ഇങ്ങനെ എഴുതിയാൽ മതി. അത്രയും എളുപ്പമുള്ള ഒരു ടോപ്പിക് ആണ് ഈ ഒരു സംഭവം. 100% ക്വസ്റ്റ്യൻ ചോദിക്കുന്നതന്നെ പറയാം അല്ലേ?
ഇനി അതേപോലെ ഈ ഇപ്പം 17 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പം മെട്രിക്സ് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അവരെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട 3 കാര്യങ്ങൾ, 3 ആക്ച്വലി 4 ഉണ്ട്. ഈക്വൽ മെട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ, അതേപോലെ തന്നെ XY എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ നമുക്ക് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്, പിന്നെ പ്രോപ്പർട്ടീസ്. മെട്രിക്സിൽ പിന്നെയെങ്കിലും കുറച്ചെന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടെങ്കിൽ, കുറച്ചെങ്കിലും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ, മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് ആണ്. 2 മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഭവം കുറച്ചൊന്നും ചെയ്യാനുണ്ടാവും. ബട്ട് അത് നേരിട്ടിട്ട് ഈ 2 മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിരിക്കില്ല ചോദിക്കാം. എന്തെങ്കിലും പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ K ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഡിറ്റർമിനൻസുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ഡിറ്റർമിനൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരെ നമുക്ക് ഡിറ്റർമിനന്റുമായിട്ട് കണക്ട് ചെയ്ത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അതെ അതെ. പ്രൊഡക്റ്റ് ഇത്രയും കാര്യങ്ങളാണ് മെട്രിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 17 മാർക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ സന്തോഷം തരുന്ന ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. അടുത്ത ആള് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് 20 മാർക്സിനാണ്, 20 മാർക്സിനാണ് ലാസ്റ്റ് ഇയർ നമ്മുടെ എക്സാമിന്, ഓണം എക്സാമിന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ മക്കളെ, എന്തൊക്കെയാണ് ഡിറ്റർമിനൻസിൽ പഠിക്കേണ്ടത്? സിക്കോ, നമുക്കൊരു കാര്യം പറയാം. മെട്രിക്സ് പോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ചാപ്റ്റർ ആണ്. ഇതേപോലെ ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ, ഓക്കെ, 4ാം ക്ലാസ് ഗുസ്തി എന്നൊക്കെ പറഞ്ഞ ഒരു കാൽക്കുലേറ്റർ ലേശം ഇത് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. 11ാം ക്ലാസ് ഗുസ്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ 11ാം ക്ലാസ് ഗുസ്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. ഇപ്പൊ ഡിഫറൻസിയേഷൻ, നിങ്ങൾ ഡിഫറൻസിയേഷന്റെ കുറെ ഫോമുല പഠിക്കണം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി തുടർന്ന് നിങ്ങൾ +1 ട്രിഗ്നോമെട്രിന്റെ എല്ലാ ഫോമുലാസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെട്രിക്സ് ഡിറ്റർമിനന്റ് നിങ്ങൾക്ക് ഒരു ഫോമുല അറിയേണ്ട ആവശ്യമില്ല, ഒരു കാൽക്കുലേറ്റർ ഉണ്ടായാൽ മതി. ഇവർ പുതുതായിട്ട് പഠിക്കുകയാണ്, അതിനൊരു ഗുണമുണ്ട്. അപ്പൊ ഡിറ്റർമിനൻസിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവാറുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയണം. ഓക്കെ, എന്നാലും ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ ഇതാണ് എങ്കിൽ K ന്റെ വാല്യൂ എന്താണ്, എക്സിന്റെ വാല്യൂ, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന അടുത്തൊരു ടോപ്പിക് ആണ്, ഇതിൽ മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ ഈ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വെരിഫൈ ചെയ്യാനോ, അഡ്ജോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം വെരിഫൈ ചെയ്യേണ്ട എന്തെങ്കിലും സാധനം ഉണ്ടാവും. ഉദാഹരണത്തിന് A into adjoint A is equal to A into edge A is equal to determinant A into I എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. സോ ഈ ഇക്വേഷൻ ഒരു മെട്രിക്സ് തന്നിട്ട് ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറയും. A into edge A is equal to determinant A into I ആണോ എന്ന് ചോദിക്കാം, അങ്ങനെ ചോദിക്കാറുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതും ആക്ച്വലി പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ നമുക്ക് അഡ്ജോയിന്റ് A അറിയുന്ന ആൾക്കാർക്ക് ഇൻവേഴ്സ്, അതായത് നമ്മൾ മെട്രിക്സിന് എന്തുണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. സോ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അഡ്ജോയിന്റ് വെച്ചൊരു ഇക്വേഷൻ വരുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് എന്താക്കാം, ഇൻവേഴ്സ് കണ്ടുപിടിക്കാണ്. ഇതിന് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത 100% ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഉറപ്പുള്ള ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഭാഗമാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിംഗ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ ബോർഡ് എക്സാമിന് 6 മാർക്കിന് 100% ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താക്കാം, 6 മാർക്കിനോ 4 മാർക്കിനോ ഈ ഭാഗത്ത് നിന്നും എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ട് Ax = B എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റിയിട്ട് അൺനോൺസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നിങ്ങൾക്ക് 2 ഇക്വേഷൻസോ 2 വേരിയബിളുള്ള 2 ഇക്വേഷൻസോ 3 വേരിയബിളുള്ള 3 ഇക്വേഷൻസോ ചെയ്തിട്ട് തന്നിട്ട് X, Y, Z ന്റെ വാല്യൂസ് മെട്രിക്സ് മെത്തേഡിലൂടെ സോൾവ് ചെയ്യാൻ പറയുന്ന ഒരു സാധനം എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. വ്യക്തമായ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിലൂടെ പോയി കഴിഞ്ഞാൽ ആൻസർ കിട്ടുകയും ചെയ്യും. സോ ഇതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, നമ്മൾ 100% ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്. എക്സ്പ്രസ് ആസ് എ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതിന് വ്യക്തമായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്, തേർഡ് സ്റ്റെപ്പ് ഇതാണ്, ഫോർത്ത് സ്റ്റെപ്പ് ഇതാണ്. ഇതെല്ലാം തെറ്റുകൂടാതെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ആൻസർ കിട്ടുകയും ചെയ്യും. സോ അതിൽ വേറെ വെറൈറ്റികളൊന്നും വരാനില്ല. ആ ക്വസ്റ്റ്യൻ അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ കിട്ടും. അതേപോലെ തന്നെ ഇതൊരു സംഭവമാണിത്. വ്യക്തമായ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ മാർക്ക് എന്തായാലും കിട്ടും. ഒരു കാര്യം കൂടി പറയാം, നമുക്ക് മെട്രിക്സും ഡിറ്റർമിനൻസും അറിയെങ്കിൽ ഏകദേശം 37 മാർക്ക് അവർക്ക് എന്താ സ്കോർ ചെയ്യാൻ പറ്റും നമ്മുടെ ബോർഡ് എക്സാമിന്. മാത്സിന് ബേസ് ഇല്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ പോലും, മാത്സ് എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മാത്സിൽ തോൽക്കും എന്നാണ് വിചാരിച്ച് നിൽക്കുന്നതെങ്കിൽ പോലും ഈ വീഡിയോ കണ്ടിട്ട്, ഈ വീഡിയോന് ശേഷം നമ്മൾ എടുക്കുന്ന ലൈവ് ക്ലാസ്സുകൾ, ഓക്കെ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുന്ന ലൈവ് ക്ലാസ്സുകൾ കൂടി കണ്ടു കഴിഞ്ഞ് ഈ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിന് എന്തായാലും സ്കോർ ഉണ്ടാവും.
ഈ ലൈവ് ക്ലാസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? ആ, പിന്നെ അത് ചെയ്തില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല. സോ Notification വരില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നെക്കി വെക്കുക. കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ്സും ലൈവിന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. യെസ്, ഇനി നമുക്ക് അവസാനത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അത്യാവശ്യം പ്രശ്നക്കാരാണ്. ആക്ച്വലി നമ്മുടെ കാൽക്കുലസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലസ് ടുവിലെ കാൽക്കുലസ് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഭാഗം. ആക്ച്വലി നിങ്ങളുടെ പ്ലസ് വണ്ണിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് അവർ പല ആൾക്കാരും പറയുന്നതാണ്, സാറേ കൺസെപ്റ്റ് മനസ്സിലാവില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത്. അതിന്റെ ഒരു ബാക്കി പത്രം തന്നെയാണ് ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ശരിക്കും ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ഈ ടോപ്പിക്കിൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ആ മൊത്തം ചാപ്റ്ററിന് ഒരു 10% ഉള്ളൂ കണ്ടിന്യൂറ്റി. 10% പോലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയം. ബട്ട് കണ്ടിന്യൂറ്റി ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ഓക്കെ, ഒന്നല്ല ചിലപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഈ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് പറയും, എന്നിട്ട് അതിലൊരു കെന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 100% ഏതാണ് ഉറപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു സാധനം ഇതാണ് കണ്ടിന്യൂറ്റിയിൽ ഫൈൻഡ് കെ. ഓക്കെ, ഈ ഫംഗ്ഷൻ ഈ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ കെന്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്നിട്ട് ഏതെങ്കിലും പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഏതെങ്കിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് ആ പോയിന്റിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. അപ്പൊ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചാൽ ഈ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, മീൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയാം, എങ്ങനെയാണ് ചെക്ക് ചെയ്യുക അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അതൊരു കറക്റ്റ് സിമ്പിൾ ആയ സ്റ്റെപ്പ് ഉണ്ട്, വലിയ ബുദ്ധിമുട്ടല്ല. ആക്ച്വലി ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കാറില്ല. കൺസെപ്റ്റ് തന്നെ ഹെവി കൺസെപ്റ്റ് ആണെങ്കിലും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതിൽ നിന്നും വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പൊതുവെ ചോദിക്കാറ്. ഡയറക്റ്റ് ആപ്ലിക്കേഷനിൽ കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. പിന്നെ വരുന്ന ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഇതാണ് ആക്ച്വലി വലിയ ടോപ്പിക് ആയിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വെയിറ്റേജ് നമ്മൾ പറഞ്ഞില്ലേ എടാ, ഇനി ബാക്കിയുള്ളത് ആക്ച്വലി നിങ്ങൾ നോക്കി 12, 11, 17, 21 80 മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക. അതായത് ഓപ്ഷൻ അടക്കം 80 മാർക്സിനാണ് ഉണ്ടാവുക. ബാക്കിയുള്ളത് 20 മാർക്സ് ആണ്. 20 മാർക്കാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ചോദിക്കാറുള്ളത്. കഴിഞ്ഞ ലാസ്റ്റ് ഇയറിലെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിന്യൂറ്റി മാത്രം തന്നെ ഏതാണ്ട് ഒരു 5-6 മാർക്ക് ഉണ്ടാവുള്ളൂ. ചോദിക്കും. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഡിഫറൻഷ്യബിലിറ്റി യെസ്. അപ്പൊ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കാനുള്ളത് ആദ്യം ഇവർ ചെയിൻ റൂൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെതാണ്. പക്ഷെ ചെയിൻ റൂൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഡിഫറൻസിയേഷന്റെ എല്ലാ ഫോർമുലാസും നിങ്ങൾ അറിഞ്ഞെന്ന് ഉറപ്പുവരുത്താം. ഡിഫറൻസിയേഷൻ ചാപ്റ്ററിൽ നമുക്ക് ഇങ്ങനെ കാണാം. സോ ഡിഫറൻസിയേഷൻ എന്ന ചാപ്റ്ററിൽ കുറെ ഫോർമുലാസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എന്തൊക്കെ ഫോർമുലാസ് പഠിക്കാനുണ്ട് അതെല്ലാം ബൈഹാർട്ട് ആക്കി വെക്കുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ അതിന്റെയൊക്കെ നോട്ട്സ് തരുന്നതാണ്. ഓക്കെ, ഏതൊക്കെ ഫോർമുലാസ് ആണ് ഡിഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമുലാസ് റിസൾട്ടുകൾ അതെല്ലാം നിങ്ങൾ ബൈഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ കുറച്ച് റൂൾസ് ഉണ്ട്, പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ചെയിൻ റൂള്. ഈ 3 റൂൾ ഒന്ന് പഠിച്ചു വെക്കുക. ഈ പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള് നമ്മൾ പ്ലസ് 1 പഠിക്കുന്നതാണ്. ചെയിൻ റൂൾ ഈ കൊല്ലം പുതിയതായിട്ട് പഠിക്കുന്നതാണ്. ഈ ചെയിൻ റൂൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ഉണ്ടാവും. ഈ ചാപ്റ്ററിൽ ഏത് ചോദ്യം ചെയ്യുകയാണെങ്കിലും ഡിഫറൻസിയേഷനിൽ ഏത് ചോദ്യം ചെയ്യുകയാണെങ്കിലും ചെയിൻ റൂൾ ഓർത്ത് വെച്ചോ. ചെയിൻ റൂൾ പ്രത്യേകിച്ച് 2 ഫംഗ്ഷൻസിന്റെ കോമ്പോസിറ്റ് വരുമ്പോൾ ചെയിൻ റൂൾ ഇത് അറിയാമെങ്കിൽ തന്നെ ഡിഫറൻസിയേഷൻ എന്നുള്ള ചാപ്റ്റർ ഓക്കെ ആയിരിക്കും. എന്നാലും മാത്സ് ഒട്ടും അറിയാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻസിയേഷൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു പേടിയും ഉണ്ടാവും. ഡിഫറൻസിയേഷൻ ഇത്രയും വലിയൊരു സാധനമാണല്ലോ എന്നൊക്കെ ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവും. പക്ഷെ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിത് പഠിക്കാത്ത സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്ലസ് 2 പഠിക്കുന്ന സമയത്ത്. പക്ഷെ അതിന്റെ രസം മനസ്സിലായപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ട് മാറുന്നു. വലിയ സംഭവം ഒന്നും ഇതിന്റെ അകത്തില്ല. ഡിഫറൻസിയേഷൻ വലിയ സംഭവം ആകെ കുറച്ച് ഫോർമുലാസും കുറച്ച് റൂൾസും. ആ ഫോർമുലാസ് ബൈഹാർട്ട് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. റൂൾസ് ആ ചെയിൻ റൂൾ ഒക്കെ നല്ല കൃത്യമായിട്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇവിടെ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്യേണ്ട സംഭവം ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഇതിലും പഠിക്കാനുള്ളത് ആക്ച്വലി നമ്മൾ എല്ലാ ടോപ്പിക്കും, ഞാൻ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്കും പഠിക്കണം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും പാരാമെട്രിക് ആയിട്ടൊക്കെ ഫംഗ്ഷൻ ഉണ്ടാവും. 3 ഫോമിൽ തന്നു കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. പറയാൻ വേണ്ടി പറ്റില്ല, നമുക്ക് ഇതാണ് ചോദിക്കുക 100% എന്തായാലും ഇത് ചോദിക്കുന്നു പറയാൻ വേണ്ടി പറ്റില്ല. ഇതിൽ നിന്നും തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളതാണ്. അത് ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉണ്ട്. അത് എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ലോഗരിതമിക്കും ഇംപ്ലിസിറ്റും കണക്ട് ചെയ്തുകൊണ്ട് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ലോഗരിതമിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. പിന്നെ വരുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി വരുന്നുണ്ട്. അതിന് ചിലപ്പോൾ ഷോ ദാറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എന്നിട്ട് ഒരു ഇക്വേഷൻ തരും, ഇംപ്ലിസിറ്റ് ഈ
EXP എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ്. ഇപ്പൊ വേറെ കാര്യം പറയട്ടെ, ഈ വാക്കുകളൊന്നും ഇതിനകത്ത് കാണില്ല എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഹെഡിങ്ങിൽ ഉണ്ടാവും ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് എന്നൊക്കെ, അല്ലാതെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനിടയിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയില്ല. കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡിവൈഡിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത്. ഇത് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്, ഇതൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു പറയില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് ഇംപ്ലിസിറ്റ് ആണ് എന്നുള്ളത്. സോ ഇതൊക്കെ നമ്മളിപ്പോ എന്താന്ന് വെച്ചാൽ കണ്ടന്റ് എന്തൊക്കെയാന്ന് പറയാൻ ഈ ചാപ്റ്ററിൽ പറയാൻ പറ്റുള്ളൂ. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇനി ഇവർക്ക് ഡൗട്ട് ആണ് ഇതൊക്കെ എവിടുന്ന് പഠിക്കാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഏഗൺ ലൈവ് മൊത്തം ചാപ്റ്ററിന്റെ ലൈവ് നമ്മൾ തരുന്നുണ്ട്. അതേപോലെ തന്നെ മാരത്തോൺ ഉണ്ടാവും. സോ നമ്മുടെ കൂടെ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ ഈ കാണുന്ന മാരത്തോൺ ഉണ്ടാവും, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ബട്ട് മാരത്തോണിന് മുന്നേ നിങ്ങൾ എല്ലാ ദിവസം രാത്രികളിൽ വരുന്ന ലൈവുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, എല്ലാ സബ്ജക്റ്റിന്റെ ലൈവുകൾ ഉണ്ടാവും. സോ മാത്സിന്റെ ലൈവ് ഉണ്ടാവും. സോ നമ്മൾ ഇപ്പൊ എന്തൊക്കെയാണോ സംസാരിച്ചത് ഇത് ലൈവ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും വ്യക്തമായ ബോധം ഉണ്ടാവും ഇതൊക്കെ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇതൊക്കെ വരുന്ന നമുക്കറിയാം. സോ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മളുടെ നൈറ്റിൽ വരുന്ന ലൈവുകൾ ഉണ്ടാവുക. പിന്നെ മാരത്തോൺ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടത് തോന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും എന്താക്കട്ടെ, അടിപൊളിയായിട്ട് പഠിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ പറയാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഷെയർ ചെയ്യാൻ മറക്കരുത്. മാർക്ക് വാങ്ങണം എന്നുള്ള കുട്ടിയെ സംബന്ധിച്ചോളം എങ്ങനെയാണോ മാർക്ക് വാങ്ങണം, എങ്ങനെയാണോ പഠിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി ഈ ചാപ്റ്ററിൽ എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്ന് വേണ്ട, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. തീർച്ചയായിട്ടും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓണം എക്സാമും മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ കൃത്യമായി എന്താക്കുക, ഇത് ഫോളോ ചെയ്ത് പഠിക്കുക. അതേപോലെ നമ്മുടെ കൂടെ നിന്ന് പഠിച്ച് ഓണം എക്സാമിന് മാത്സിനല്ല എല്ലാ സബ്ജക്റ്റിനും A+ തന്നെ വാങ്ങാം. സോ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ ലൈക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തോ. അടുത്ത വീഡിയോയിലും അടുത്ത ലൈവിലും തന്നെ കാണാം. See you.